നെമ്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസ് 10 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും. ചെന്താമര മാത്രം പ്രതിയായ കേസിൽ 117 സാക്ഷികളും 30-ലേറെ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും നിർണായകമാകും. പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കഴിഞ്ഞ ജനുവരി 27-നാണ് അയൽവാസിയായ ചെന്താമര കൊലപ്പെടുത്തിയത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകം. ലക്ഷ്മിയെ ചെന്താമര കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട യുവാവ് ഉൾപ്പെടെ 117 സാക്ഷികളും 8 സാക്ഷികളുടെ രഹസ്യമൊഴിയും 30-ലേറെ രേഖകളും ചെന്താമരയുടെ വസ്ത്രത്തിൽ സുധാകരന്റെയും ലക്ഷ്മിയുടെയും രക്തം പതിഞ്ഞതിന്റെ ഉൾപ്പെടെ ഫോറൻസിക് പരിശോധന ഫലങ്ങളും ആയുധത്തിലെ വിരലടയാളവും തുടങ്ങി നിർണായക തെളിവുകൾ പ്രധാന സാക്ഷികളെ സംഭവസ്ഥലത്തെത്തിച്ച കൊലപാതകമുണ്ടായ സമയത്തെ സാഹചര്യം അന്വേഷണ സംഘം പുനഃസൃഷ്ടിച്ച പ്രത്യേക രൂപരേഖയുണ്ടാക്കി. കൊല്ലപ്പെട്ടവരുടെയും പ്രതിയുടെയും സാക്ഷികളുടെയും ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. ജനുവരി 27 രാവിലെ 9:58-നും 10:08-നും ഇടയിലുള്ള 10 മിനിറ്റ് നേരം കൊണ്ടാണ് ചെന്താമര ഇരുവരെയും കൊലപ്പെടുത്തിയത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് ചെന്താമര അമ്മയെയും മകനെയും വകവരുത്തിയതെന്നാണ് കുറ്റപത്രം. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കുറ്റപത്രത്തിൽ അന്തിമഘട്ട വിലയിരുത്തൽ പൂർത്തിയാക്കി. അടുത്തയാഴ്ച തൃശൂർ റേഞ്ച് DIGയും കുറ്റപത്രം പരിശോധിക്കും. 500-ലേറെ പേജുള്ള കുറ്റപത്രം കൊലപാതകം നടന്ന 50 ദിവസം കഴിയും മുമ്പ് സമർപ്പിക്കുന്നതിനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊലപാതകത്തിൽ ചെന്താമരയല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്നും ആരും സഹായം ചെയ്തിട്ടില്ലെന്നും കുറ്റപത്രത്തിലുണ്ട്. അതേസമയം കൊലപാതകത്തിൽ ഏറ്റവും നിർണായകമായ ഏകസാക്ഷി മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. പ്രതി ചെന്താമര അപായപ്പെടുത്തുമെന്ന ഭയന്നാണ് ഇയാൾ മൊഴി നൽകാത്തത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന ഇയാളെ നെല്ലിയാമ്പതിയിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഇയാൾ ആലത്തൂർ DYSP ഓഫീസിൽ ഹാജരായിരുന്നെങ്കിലും മൊഴി നൽകിയില്ല. ഇയാളിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ ശ്രമം തുടരുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.